എമർജൻസി കിറ്റിൻ്റെ കാര്യം അതാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫീഡിങ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഈ ഫയൽ വെക്കണം, എന്നാൽ പിന്നെ നമ്മൾ മറക്കാതെ എടുത്തോളും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 9 മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് തന്നെ ഒരു ബേബി സ്ലീപ്പിംഗ് ബാഗാണ്. ഇത് ഓൺലൈനിലാണ് കേട്ടോ വാങ്ങിച്ചത്, മീഷോന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡ്രൈ ഷീറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഇത് മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അടുത്ത എന്താണെന്ന് നോക്കാം. ഇത് സാധാരണ ഒരു ഷീറ്റാണ് കേട്ടോ, ബെഡിലൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് വെള്ളം പോകുന്നതെങ്കിലും ഒക്കെ ഇത് ഉപകരിക്കും. അപ്പോൾ ഒരു ഷീറ്റ് കൂടി നമ്മൾ കരുതുന്നത് നല്ലതാണ്. പിന്നെ ഇതൊരു ബേബി വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഒരു ടർക്കിയാണ്. ഇത് വാങ്ങിച്ചത് മീഷോ തന്നെയാണ് കേട്ടോ. 3 വരുന്നൊരു കോംബോ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ അലക്കി ഉണക്കി അയൺ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതൊരു ഷോള് പോലെ എടുത്തതാണ്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ തോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടൊരു ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ പാഡാണ്. ഞാൻ ഇങ്ങനത്തെ 3 എടുത്തിട്ടുണ്ട്. ഹെവി ഫ്ലോ ഉണ്ടാവാൻ മതി, അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പീരിയഡ് പാൻറ് ഇല്ലേ, അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പാൻറ് ടൈപ്പ് ഉള്ളത്. ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ്. 4 വരുന്ന ഒരു കോംബോ ആണ് വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. തുണികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതും മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ. ഇതിലാണ് ഞാൻ കുഞ്ഞിൻ്റെ ഇട്ട് വെച്ചത്. ഇത് എത്ര 12 അങ്ങനെ എത്ര വരുന്ന ഒരു പാക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞിൻ്റെ കുഞ്ഞു ഡ്രസ്സാണ്. 1 2 3 4 5ഓളം കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്ന് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ അലക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ച് പുറത്തുനിന്നാണ്. പിന്നെ ഇത് കുഞ്ഞിനൊക്കെ തുടച്ച് കിടക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ടവലാണ്. ഇതൊരു 6 വരുന്ന കോംബോ ആണ് വാങ്ങിച്ചത്. ഇതും മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനൊന്നെടുത്ത് കാണിക്കാം. നമ്മൾ കൂടുതലും പാമ്പേഴ്സൊക്കെ തന്നെ ഉപയോഗിക്കുക. എന്നാലും ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതും ഞാൻ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ അലക്കി നന്നായി ഉണക്കി അയൺ ചെയ്ത് വെച്ച് തന്നെയാണ് കേട്ടോ. ഇതും കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇതെല്ലാം ഞാൻ സിപ്പ് ലോക്ക് കവറിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് വൈറ്റ് ആവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അലക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ.
കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പർ വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങിക്കണം. കുഞ്ഞിന് വേണമെങ്കിൽ പുതപ്പിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് പുതിയ മുണ്ട് വാങ്ങിച്ചിട്ട് 4 മുറിച്ച് സൈഡൊക്കെ തയ്ച്ച് വെച്ചിട്ടുള്ളതാണ് ഇത്. കണ്ടോ, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മതി, ഞാൻ ജസ്റ്റ് എടുത്തെന്നുള്ളൂ. എൻ്റെ ഡെലിവറി വരുന്നത് മഴക്കാലത്താണ്, അപ്പോൾ കുറച്ചധികം തുണികൾ എടുത്തിട്ടുണ്ട്, ഉണങ്ങി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വൈറ്റ് മാത്രമല്ലാതെ ഇങ്ങനത്തെ കഷ്ണങ്ങളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ മുണ്ടാണ്, അത് മുറിച്ച് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അലക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ ടോട്ടല് 5 കൂട്ടാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും 3 മതി, ബൈ ചാൻസ് ഇനി സിസേറിയൻ എങ്ങാനും ആവോ എന്ന് വിചാരിച്ചിട്ടാണ് 5 കൂട്ടം എടുത്തത്. പിന്നെ പോരാത്തതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലം കൂടിയാണ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് 5 കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 3 കൂട്ടം ഡ്രസ്സാണ് ഉള്ളത്, ഒക്കെ ഫീഡിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു എമർജൻസി കിറ്റ് വേറെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലാണ് 2 കൂട്ടം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഫ്രോക്ക് നൈറ്റി ടൈപ്പും ഉണ്ട്, പിന്നെ നമ്മളെ സാധാ നൈറ്റി ഉണ്ട്. എല്ലാം ഫീഡിങ് ടൈപ്പ് തന്നെയാണ്, ഫീഡിങ് ടൈപ്പ് തന്നെ എടുത്താൽ മതി, അതാവും നല്ലത്. പിന്നെ ഇതിൽ വരുന്നത് അണ്ടർ സ്കേർട്ടും പിന്നെ ഒരു പലാസോ പാൻറ്റും ആണ്. നൈറ്റിൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ അടിപ്പാവടെ യൂസ് ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. അണ്ടർ സ്കേർട്ട് ഒരു 2 പിന്നെ പലാസോ 1-2 ഒക്കെ എടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടി അണ്ടർ സ്കേർട്ടിനേക്കാളും കംഫർട്ടബിളായി തോന്നുന്നത് പലാസയാണ്, അതുകൊണ്ട് അതാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇന്നേഴ്സാണ് കേട്ടോ, പാൻറ്റീസും ഉണ്ട്, അതേപോലെ ബ്രൈ എടുത്തിട്ടുണ്ട്. ഫീഡിങ് ബ്രൈ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫീഡിങ് ബ്രൈ ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഉപകാരമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാനൊരു 3 ഫീഡിങ് ബ്രൈ ആണ് എടുത്തിട്ടുള്ളത്. ഓപ്പൺ ആക്കാൻ കഴിയും കേട്ടോ, ഇതെങ്ങനെ ഓപ്പൺ ആക്കാൻ കഴിയേ. സാധാ ബ്രൈ ആയാലും മതി, പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ടൈമിൽ കുറച്ചും കൂടി ഫീഡിങ് ബ്രൈ ആവും നല്ലത് എന്നാണ്. അതുകൊണ്ട് ഞാനൊരു 3 ഫീഡിങ് ബ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ്, കോംബോ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 3 പാൻറ്റീസും ഉണ്ട്, 3 ബ്രൈ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഓരോന്നും. ഇതിൽ എൻ്റെ കൂടെ വരുന്നവർക്കുള്ള ഡ്രസ്സുകളാണ്, ബൈസ്റ്റാൻഡേഴ്സിനുള്ള. ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഉണ്ട്, പിന്നെ അനിയത്തിൻ്റെ ഡ്രസ്സ് ഉണ്ട്, അനിയൻ്റെ ഡ്രസ്സ് ഉണ്ട്, അമ്മേൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പുതയ്ക്കാൻ പുതപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, അവർക്ക് വേണ്ട നമ്മളൊപ്പം കൂടെ വരുന്നവർക്ക് മാറ്റാനുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള ഒരു അടിപൊളി ട്രോളി ബാഗാണ് ഇത്. വീട്ടുകാർക്കുള്ളതും എൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാം ഇതിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ ലിങ്ക്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു എമർജൻസി കിറ്റിൻ്റെ കാര്യം, അതാണ് ഇത്. ട്രോളി ബാഗിൽ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാട്ടോ. പക്ഷേ ഇത് ഡെലിവറി കഴിഞ്ഞ ഉടനെ നമുക്ക് എനിക്കും കുഞ്ഞിനും വേണ്ട സാധനങ്ങളാണ് ഈ ഒരു ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലെല്ലാ ഐറ്റംസും നമുക്ക് ഡെലിവറീൻ്റെ ഇടയിൽ നേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ എൻ്റെ ഒരു കൂട്ടം ഡ്രസ്സ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു നൈറ്റി ഉണ്ട്, പിന്നെ ഒരു പാൻറ്റീസ് ഉണ്ട്, പിന്നെ ഒരു ബ്രേ ഉണ്ട്, പിന്നെ ഒരു പാഡും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇത്
നൈറ്റിയാണ്. ഇത് ഫുൾ ഓപ്പൺ വരുന്ന നൈറ്റിയാണ് കേട്ടോ. ഫുള്ളായിട്ട് ബട്ടൺ നമുക്ക് അഴിക്കാൻ പറ്റും. അഥവാ ഇനി സിസേറിയൻ എങ്ങാനും ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു നൈറ്റി നമ്മൾ കരുതുന്നത് നല്ലതാണ്. നമുക്കറിയില്ലല്ലോ, ആ ഒരു സമയത്തെ സിറ്റുവേഷൻ പോലെ ആവുമല്ലോ. അതുകൊണ്ട് ഒരു ഫുൾ ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഒരു നൈറ്റി കൂടി നമ്മൾ കരുതുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഷോളാണ്. നമുക്കിനി ഇന്നറൊക്കെ ഇടാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഷോള് നമ്മൾ എടുക്കുന്നത് നല്ലതാണേ. പിന്നെ ഇത് 3 വെള്ളമുണ്ടാണ് കേട്ടോ. ഓരോ ഹോസ്പിറ്റലിലും ഓരോ പോലെയാണ്. ലേബർ റൂമിക്ക് 3 വെള്ളമുണ്ട് അവർ ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ മുണ്ടാണ്. 3 വെള്ളത്തുണി, അത്യാവശ്യം വലിപ്പമുള്ള തുണിയാണ്. ഇതാണ് നമ്മളെ കുഞ്ഞിനെ ഫസ്റ്റ് വാങ്ങാൻ പോകുന്ന റിസീവിങ് ടർക്കി. അപ്പോൾ അതുകൂടി ഒന്ന് എമർജൻസി കിറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഡ്രൈ ഷീറ്റാണ്. ഒരു 2 ഡ്രൈ ഷീറ്റാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഒന്ന് ട്രോളി ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് പിന്നെ എമർജൻസി കിറ്റിലും ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ടർക്കീൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതേ കുഞ്ഞിന് ഒരു കുഞ്ഞുടുപ്പ്, ഇതും എമർജൻസി കിറ്റിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടുന്ന ഉടുപ്പാണ്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തുണിയാണ്. ഡയപ്പർ വാങ്ങിച്ചാൽ മതി. ഞാൻ എന്തായാലും ഡയപ്പർ വാങ്ങിക്കും, അത് മാത്രമാണ് വിട്ടു പോയിട്ടുള്ളത്. ഇപ്പൊ കാണിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ അലക്കി നന്നായി ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതേ ഒരാളിവിടെ കിടന്ന് നന്നായിട്ട് തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് വരാനുള്ള ആവേശത്തിലാണ് തോന്നുന്നത്. ഡേറ്റ് എനിക്ക് ഇവിടെ അടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോട്ട് ബാഗാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി മെൻസസ് ആകുമ്പോൾ വരെ നല്ല നടുവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹോട്ട് ബാഗും കൂടി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഹോട്ട് ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങളും എടുക്കുന്നത് നന്നായിരിക്കും. ഇത് ഓൺലൈനിൽ നിന്നല്ല വാങ്ങിച്ചിട്ടുള്ളത്, മുന്നേ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലെന്താണെന്ന് നോക്കാം. ഈ ഒരു ബാഗും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടത്. ഇത് 3 കോംബായിട്ടാണ് വന്നിട്ടുള്ളത്. 3 എണ്ണം ഉണ്ട് ഇതിൽ. സിപ്ലോക്ക് കവറിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. പേസ്റ്റ്, അലക്ക് സോപ്പ്, സാദാ സോപ്പ്, ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷും ടങ് ക്ലീനറും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമുള്ളതല്ല, ബൈസ്റ്റാൻഡേഴ്സിനും കൂടി ഉള്ളതുണ്ട് കേട്ടോ. എല്ലാം ചെറിയ ഐറ്റംസ് ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. വലുതൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോപ്പും സാബൂനൊക്കെ വളരെ ചെറുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളൊരു 3 അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 5 ദിവസമൊക്കെ അല്ലേ നിൽക്കുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇനിയുണ്ട് കേട്ടോ അതിൽ സാധനങ്ങൾ. ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട്, പൗഡർ, പിന്നെ ലിപ് ബാം. ഇതൊക്കെ എന്തായാലും എടുക്കേണ്ടതാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ലിപ്പ് നല്ല ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ ഉടനീളം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ലിപ് ബാം എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബണ്ണ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്മല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും ബണ്ണും ചേർപ്പ്, ലിപ് ബാം, അതൊക്കെ എന്തായാലും എടുത്തോണ്ടു. പിന്നെ ഒരു സാധനം പറയാൻ മറന്നു കേട്ടോ, വെളിച്ചെണ്ണ കൂടി എടുക്കണേ. ഒരു ചെറിയ സെന്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മറക്കാതെ എടുക്കേണ്ടതാണ് ഒന്ന് ക്യാഷ്. അതെന്തായാലും നമ്മൾ മുൻകൂട്ടി തന്നെ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ
ഹോസ്പിറ്റൽ ഫയൽ അതും കൂടി നമ്മൾ എടുത്തു വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ്. അപ്പം നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഈ ഫയൽ വെക്കണം. എന്നാൽ പിന്നെ നമ്മൾ മറക്കാതെ എടുത്തോളും. ഇതിൽ തന്നെ ഞാൻ ബാക്കിൽ എൻ്റെ ടാബ്ലറ്റ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആധാർ, ഹസ്ബൻഡിൻ്റെ ആധാർ, പിന്നെ ഇൻഷുറൻസ് കാർഡ് അതൊക്കെ എടുത്ത് വെക്കാൻ മറക്കരുത്. അതൊക്കെ ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ ഫയലിൻ്റെ കൂടെ തന്നെ വെച്ചാൽ മതി, എന്നാൽ നമ്മൾ മറക്കില്ല കേട്ടോ. ഇതൊക്കെ കൂടാതെ നമ്മൾ കുറച്ച് സാധനങ്ങളോട് എടുക്കാണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ ബാഗിലുള്ളത്. ഈ ബാഗും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്, മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു റൂമിൽ 2 ബെഡൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് പേഷ്യൻറ്റിന് കിടക്കാനും പിന്നെ മറ്റൊന്ന് നമ്മുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് കിടക്കാനുള്ളതും കൂടിയാവും. അപ്പം അതിൽ ഒരു 3 ആളോ 4 ആളോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്ട്രാ പായും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പായ പിന്നെ തലയണൊക്കെ വേണ്ടി വരും. അത് കൊടുത്തോണ്ട് കേട്ടോ. മറ്റേതിൽ നമ്മൾ കാണിക്കാത്തത് ഒന്ന് വിട്ടുപോയി, തോർത്ത് എടുത്തിട്ടില്ലേ? തോർത്ത് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനത് കാണിക്കാൻ മറന്നുപോയി. തോർത്തും കൂടി എടുക്കണേ. നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് കൂടി കൈ പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ കെറ്റില്, ഫ്ലാസ്ക് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനൊക്കെ ആയിട്ട് പ്ലേറ്റ് എടുക്കണം. പിന്നെ ഒരു തൂക്ക് പാത്രം കൂടി എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിലൊക്കെ പോയി കഞ്ഞിയോ ചായയൊക്കെ വേണമെങ്കിൽ നമ്മൾ തൂക്ക് പാത്രം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഗ്ലാസ് വേണം, 1-2 ഗ്ലാസ് എടുക്കുന്നത് നല്ലതാണ്. കയ്യില് സ്പൂണ് ഒക്കെ എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കെറ്റിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും അവിടുന്ന് ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഒരു ബോട്ടിലെ ചായപ്പൊടിയോ പിന്നെ പഞ്ചസാരയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ കഞ്ഞിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഉപ്പും കൂടി എടുക്കണേ. പിന്നെ വെള്ളക്കുപ്പിയൊക്കെ നമ്മൾ ലാസ്റ്റിക്ക് ഇട്ട് മറന്നു പോകുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മറക്കാതെ എടുത്ത് വെച്ചോണ്ടു. പിന്നെ ചാർജറും കൂടി, മൊബൈൽ ചാർജറും കൂടി എടുത്ത് വെക്കാൻ മറക്കരുത്. പെട്ടെന്നൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ മറന്നു പോകും. അപ്പം അതൊക്കെ ഒരു ലിസ്റ്റാക്കി വെച്ചുകൊണ്ട് മൊബൈലിൽ നോട്ടിലൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും ഞാൻ എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.